കോവിഡിന്റെ സമയമായപ്പം ഞാൻ 10th സ്റ്റാൻഡേർഡിൽ പഠിക്കുക. അപ്പൊ കോവിഡിന്റെ സമയമായപ്പം ചേർച്ച് എല്ലാം ക്ലോസ് ആയെല്ലാം ഓൺലൈനായി. ഞാൻ വീട്ടിലായി, എവിടെയും പുറത്തു പോകാൻ മേലെ. ഇങ്ങനെ വീട്ടിൽ ഒറ്റയ്ക്കായപ്പോ ക്ലാസ്സസ് നടക്കുന്നുണ്ട്. പക്ഷെ ആ സമയത്ത് ഞാൻ ഇങ്ങനെ ഒച്ചകൾ കേൾക്കാൻ തുടങ്ങി. യു ആർ വർത്ത്ലെസ്, യു ആർ യൂസ്ലെസ്, യു ആർ എ ബർഡൻ ടു യുവർ ഫാമിലി. നിന്നെ ആർക്കും ഇഷ്ടമല്ല, നീ എല്ലാവർക്കും ഒരു തലവേദനയുണ്ട്, നിന്നെ കൊണ്ട് പ്രത്യേകിച്ച് ആർക്കും ഒരു പ്രയോജനമില്ല, നീ ലോകത്തിന് തന്നെ ഒരു ഭാരമാണ്. അപ്പൊ ആദ്യമേ ഒച്ചകൾ കേൾക്കുമ്പോൾ ഞാൻ ഇഗ്നോർ ചെയ്യായിരുന്നു. പിന്നെ ഓരോ സിറ്റുവേഷൻസ് ക്രിയേറ്റ് ചെയ്യാൻ തുടങ്ങി. ഇങ്ങനെ ഓരോ സിറ്റുവേഷൻസ് നടക്കാൻ തുടങ്ങി. ഞാൻ ചെയ്യാത്ത കാര്യങ്ങൾക്ക് പോലും ഞാൻ ചെയ്യാത്ത കാര്യങ്ങൾ പോലും എന്റെ പാരന്റ്സ് എന്നെ അറിയാണ്ട് വഴക്ക് പറയും. പക്ഷെ അത് അവരുടെ ഫോൾട്ട് അല്ല. പക്ഷെ എന്നാ പോലും എന്നോട് പറഞ്ഞ എന്റെ പാരന്റ്സിന് നിന്നെ ഇഷ്ടമില്ല, നിന്റെ പാരന്റ്സിന് നിന്നെ ഇഷ്ടമില്ലാത്തതുകൊണ്ട് അവര് നിന്നെ വഴക്ക് പറഞ്ഞു, അവര് നിന്റെ സത്യാവസ്ഥ മനസ്സിലാക്കാൻ തുടങ്ങിയില്ല. എന്റെ തോട്ട് പ്രോസസ് അങ്ങനെ മാറാൻ തുടങ്ങി. ഇപ്പൊ 10th എനിക്ക് ഫസ്റ്റ് മേജർ എക്സാം ആയതുകൊണ്ട് എല്ലാരും പറയും മോളെ നന്നായിട്ട് പഠിക്കണം. പക്ഷെ എന്നെ കൊണ്ട് ആ സമയത്ത് പഠിക്കാൻ പറ്റത്തില്ലായിരുന്നു. എന്റെ ടീച്ചേഴ്സ് പറഞ്ഞ എനിക്ക് മനസ്സിലാവില്ല. എനിക്ക് ഉറക്കം വരും, ക്ലാസ്സിൽ ഇരിക്കുമ്പോൾ ഞാൻ ഉറങ്ങിപ്പോകും. എനിക്ക് ടീച്ചേഴ്സ് പറഞ്ഞൊന്നും കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അവര് നോട്ട്സ് തരുമ്പോൾ അത് സ്പീഡിൽ കംപ്ലീറ്റ് ചെയ്ത് സബ്മിറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പൊ അങ്ങനെയൊക്കെ ആയപ്പോ അയ്യോ 10th ആണ്, ഇനി എന്നാ പറ്റും, ഇനി എന്റെ ലൈഫ് പോവൂലോ. അങ്ങനെയായി ഒച്ച അന്നും ഞാൻ കേൾക്കുന്നുണ്ട്. അപ്പം അത് കേട്ട് അങ്ങനെ മുന്നോട്ട് പോയി ഐ സ്റ്റാർട്ടഡ് സ്പെൻഡിങ് മൈ ഡേയ്സ് ലൈക്ക് ദാറ്റ്. പിന്നെ മുന്നോട്ട് പോകുമ്പോൾ ഞാൻ തന്നെ അക്സെപ്റ്റ് ചെയ്യാൻ തുടങ്ങി, ഞാനൊരു ബേർഡൻ ആണ്, ഞാൻ യൂസ്ലെസ് ആണ്, എന്റെ പാരന്റ്സിന് എന്നെ ഇഷ്ടമില്ല. ഈ സമയത്ത് നമുക്ക് ലൈവ് നടക്കുന്നുണ്ടെങ്കിൽ പോലും ഞാൻ ലൈവ് കേൾക്കുമ്പം എനിക്ക് ലൈവ് ഒത്തിരി നേരം ശ്രദ്ധിക്കാൻ പറ്റത്തില്ല. കാരണം എനിക്ക് കേൾക്കുമ്പം ദൈവവചനം ആയിക്കോട്ടെ, ഓർ ലെറ്റ് ഇറ്റ് ബി ഹിയറിംഗ് ദ വേർഡ് ഓഫ് ഗോഡ്, ഓർ വേർഷിപ്പ് സോങ്സ് ആയിക്കോട്ടെ, എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. എന്നെ ഫിസിക്കലി അത് സ്റ്റോപ്പ് ചെയ്യും. കാരണം എനിക്ക് അതിനകത്തോട്ട് പോവാനായിട്ടുള്ളൊരു മനസ്സ് വരുന്നില്ല. അപ്പം അങ്ങനെയായപ്പോ ബൈബിള് വായിക്കാനുള്ള ഇൻട്രസ്റ്റ് പോയി. ബൈബിള് വായിക്കുമ്പം എനിക്ക് കർത്താവിന്റെ കൂടെ ഇരിക്കുന്നത് ഇഷ്ടമില്ലാണ്ടായി. അങ്ങനെ ആയി കഴിഞ്ഞപ്പം നമുക്ക് ഫുൾ ഇരുട്ട്, എന്നെ ഇരുട്ട് കവർ ചെയ്യുന്ന ഐ ക്യാൻ ഫീൽ ഇറ്റ്. അപ്പൊ അതിനുശേഷം എനിക്ക് ആരോടും സംസാരിക്കുന്നത് ഇഷ്ടമല്ല, എനിക്ക് വെട്ടത്തിരിക്കുന്നത് ഇഷ്ടമല്ല, എനിക്ക് ഡാർക്ക് കളർ ക്ലോത്ത്സ്, ആരോടും സംസാരിക്കുന്നത് ഇഷ്ടമല്ല. ഐ വോണ്ടഡ് ടു ബി ഇൻ ലോൺലിനെസ്. എനിക്ക് എപ്പോഴും ഒറ്റയ്ക്കായിരിക്കണം. ഈ ഒച്ചകൾ എന്റെ കൂടെ ഉണ്ട്, അവര് മാത്രം കൂട്ട്. എനിക്ക് എന്റെ ഫാമിലി ആയാലും സിബ്ലിംഗ് ആയാലും ആരെയും എനിക്ക് കൂട്ട് വേണ്ട. എനിക്ക് ഒറ്റയ്ക്ക് ഇരിക്കണം, ഇരുട്ടത്തിരിക്കണം. എനിക്ക് ദേഷ്യമാണ് അകത്ത്, എനിക്ക് എല്ലാത്തിനോടും ഒരു വെറുപ്പാണ്. ആ ഒരു വെറുപ്പിനകത്ത് ഞാൻ ഒരു മൂലയ്ക്ക് മാറിയിരിക്കും. അപ്പം ആരെന്ത് പറഞ്ഞാലും എന്നെ അത് എഫക്ട് ചെയ്യത്തില്ല. എനിക്കത് എഫക്ട് ചെയ്യുന്ന എന്റെ മനസ്സ് അവിടെ ഇല്ല. ഞാൻ ചിന്തിക്കുന്നത് മൊത്തം നേരെ നെഗറ്റീവായിട്ട് ചിന്തിക്കത്തുള്ളൂ. അപ്പൊ അങ്ങനെ ഇരുന്ന സമയത്ത് ഒരു ദിവസം തോമസ് ടിറ്റി ബ്രദറിന്റെ അണ്ടർ ദ വിങ്സ് കേൾക്കാൻ നമ്മൾ ഇരിക്കും ഇവിടെ. അപ്പം ഫ്രൈഡേ ആയതുകൊണ്ട് GCC ആ സമയത്ത് സഭായോഗമാണ്. അപ്പൊ സഭായോഗത്തിൽ ഇരിക്കുമ്പം തോമസ് ടിറ്റി ബ്രദർ പറഞ്ഞു ഇങ്ങനൊരു മോളുണ്ട്. ആ മോള് കാരണം എനിക്ക് ബേർഡൻ അല്ല ഇത് ചെയ്തിറക്കുമ്പോ ഞാൻ തന്നെ എന്റെ ലൈഫ് എൻഡ് ചെയ്യാനായിട്ടുള്ള എന്റെ തോട്ട്സ് അങ്ങനെയായി തുടങ്ങി. കാരണം എനിക്ക് മെന്റൽ പെയിൻ സഫർ ചെയ്യാൻ പറ്റാത്തതായതുകൊണ്ട് ഐ സ്റ്റാർട്ടഡ് തിങ്കിങ് ഓഫ് എൻഡിങ് മൈ ലൈഫ്. അപ്പം അങ്ങനെ ഇരിക്കുന്ന സമയത്ത് തോമസ് പറഞ്ഞു ഒരു മോളുണ്ട്, ആ മോൾ ഇങ്ങനെ ജീവിതം അവസാനിപ്പിക്കാൻ ഷീസ് തിങ്കിങ് ഓഫ് ഇറ്റ്. പക്ഷെ മോള് ജീവിതം അവസാനം, മോളെ യേശുവിന് വേണമെന്ന് പറഞ്ഞു. ഞാൻ അപ്പൊ മനസ്സിൽ പറഞ്ഞു എത്ര പേരുണ്ട് GCCയിൽ അങ്ങനെ ഇരിക്കുന്നത്, അപ്പൊ ഞാൻ ആവത്തില്ല. പക്ഷെ ആ സമയത്ത് വീണ്ടും ആ തോമസിനെ എടുത്തു പറഞ്ഞു ഒരു മോളുണ്ട് സോഫ ഇരുന്ന് കേൾക്കുന്ന, ആ മോൾ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട്. പക്ഷെ മോള് മരിക്കത്തില്ല, കാരണം മോളെ കൊണ്ട് കർത്താവിന് ആവശ്യമുണ്ട്. എന്നെ വീട്ടിൽ വിളിക്കുന്ന മുത്തേന്ന. ആ സമയത്ത് ഞാൻ എന്നെ വിളിക്കുന്നത് ഭയങ്കര തണ്ടറ മുഴക്കമുള്ള ഒരു ഒച്ച വിളിക്കുന്നുണ്ട്. കമാൻഡിങ് പവറിൽ മുത്തേന്ന് വിളിക്കുന്നത് ഞാൻ കേട്ട്. എന്റെ ചുറ്റും ഉണ്ടായിരുന്ന ഒരു ബിൽഡിംഗ് അല്ലെ ബ്രിക്സും ചെയിൻസ് എന്നെ കെട്ടി വെച്ചേക്കുന്നത് വീഴുന്ന എനിക്ക് കേൾക്കാം. അങ്ങനെ കേൾക്കും. അപ്പൊ ഞാൻ സോഫ ഇരുന്ന് ഞാൻ താഴെ വീണു. ഇതൊക്കെ നടക്കുന്ന സമയത്ത് നോബഡി ഈസ് നോയിങ് ഐ എം ഗോയിങ് ത്രൂ ദിസ്. അപ്പം അപ്പയും എന്റെ സിസ്റ്ററുള്ള അവര് നോക്കിയപ്പോ ഞാൻ സോഫയിൽ നിന്ന് താഴെ വീണ് കരയാൻ തുടങ്ങി. പക്ഷെ ആ സമയത്ത് ഞാൻ കർത്താവിനെ കണ്ടു. കർത്താവ് ഇങ്ങ് വരാൻ പറഞ്ഞു. എന്നെ കെട്ടിപ്പിടിച്ചു ഞാൻ കർത്താവിനെ കെട്ടിപ്പിടിച്ചു നിന്ന് കരയാ. എനിക്ക് ആ സമയത്താണ് ഞാൻ പ്രോപ്പർലി ശ്വാസം വലിക്കുന്നവരും എനിക്ക് ആശ്വാസമായത് അപ്പോഴാ. ആ സമയത്ത് ഞാൻ കേട്ടുകൊണ്ടിരുന്ന ഒച്ചകളെല്ലാം നിന്നു.
ആൻഡ് ദർ ഇസ് നത്തിങ്. ഇറ്റ്സ് സോ കാം, ഭയങ്കര പീസ്ഫുൾ ആയി. ഞാൻ കർത്താവിന്റെ ആ സാന്നിധ്യത്തിലായി, ലൈക്ക് ആ പ്രസൻസിലാതെ എനിക്ക് മനസ്സിലായി. ആ സമയത്ത് കർത്താവ് എന്നോട് പറഞ്ഞു വചനം എടുക്കാൻ പറഞ്ഞു. ഈ സിറ്റുവേഷൻ ഒക്കെ നടക്കുന്ന സമയത്ത് ഞാൻ വചനം കൈകൊണ്ട് തൊടത്തില്ല, എനിക്ക് ഇഷ്ടമല്ല തൊടുന്നത്. കാരണം എനിക്ക് തൊടുമ്പം എനിക്ക് ഫിസിക്കലി ഹേർട്ട് ചെയ്യും, അതുകൊണ്ട് ഞാൻ തൊടത്തില്ല അത്. പക്ഷെ അന്ന് എന്നോട് എടുത്തിട്ട് കർത്താവ് വചനത്തിൽ നിന്ന് എന്നോട് സംസാരിച്ചു. എന്നോട് പറഞ്ഞു, എന്നോട് സാമുവൽ പ്രവാചകന്റെ പുസ്തകം എടുക്കാൻ പറഞ്ഞു. എടുത്തു കഴിഞ്ഞപ്പം അതിനകത്തുനിന്ന് ഒരു വചനത്തിൽ കൂടെ കർത്താവ് എന്നോട് സംസാരിച്ചു. സാമുവൽ പ്രവാചകൻ ദൈവത്തിനോട് സംസാരിക്കുന്നുണ്ട് ഡേവിഡിന്റെ ചൂസിങ്ങിന്റെ സമയത്ത്. അപ്പൊ ദൈവം പറഞ്ഞൊരു ഉത്തരവുണ്ട്, എന്തിനാ നീ ആരെയാ ചൂസ് ചെയ്യുന്നത്, എന്തുവെന്ന് എന്റെ ആട്രിബ്യൂട്ട്സ് വരുന്ന കർത്താവ് ചോദിക്കും. സാമുവൽ പ്രവാചകൻ ചോദിക്കുമ്പോൾ കർത്താവ്, ഐ ചൂസ് എ മാൻ ബൈ ഹിസ് ഹാർട്ട്, നോട്ട് ബൈ ഹിസ് അപ്പിയറൻസസ് ഓർ ലുക്സ്. എന്നോട് പറഞ്ഞു, നിന്റെ മനസ്സ് കണ്ടിട്ടാ ഞാൻ നിന്നെ വിളിച്ചത്, നീ ആരാന്ന് എനിക്കറിയാം. എന്നോട് പറഞ്ഞു, നിനക്ക് കഴിവില്ല, ഇതൊക്കെ ഇല്ലെന്ന് എനിക്കറിയാം. പക്ഷെ എന്റെ അപ്പുറം എന്നോട് പറഞ്ഞൊരു വാക്കുണ്ട്, ഐ ചൂസ് ദ ഫൂളിഷ് വൺസ് ഓഫ് ദി എർത്ത് ടു ഷെയിം ദ വൈസ്, the weak ones of the earth to shame the strong. കർത്താവ് പറഞ്ഞു, നിനക്ക് ചിന്തിക്കാൻ പറ്റാത്തവിടത്ത്, അല്ലെ നിനക്ക് നോളജ് ഇല്ല, വിസ്ഡം ഇല്ലെന്ന് പറയുന്നവിടത്ത് എന്റെ നോളജ്, എന്റെ വിസ്ഡം ഞാൻ നിന്നിൽ നിറയ്ക്കും. നീ എം ടി ആയിരിക്കുമ്പം നിന്റെ അകത്ത്, നിന്റെ എം ടി വെസിൽ നിറയ്ക്കാൻ പോകുന്നത് ഞാനാ. നിനക്ക് ശക്തി ഇല്ലായിരിക്കും, അത് ഫിസിക്കൽ സ്ട്രെങ്ത് അല്ലെ ഇന്നർ സ്ട്രെങ്ത് ആയാലും, പക്ഷെ എന്റെ ശക്തി ഞാൻ നിന്നിൽ നിറയ്ക്കും. എന്റെ ശക്തി നിറയ്ക്കും, എന്റെ വിസ്ഡം നിറയ്ക്കും. ആൻഡ് വെൻ പീപ്പിൾ ആസ്ക്, ആ സമയത്ത് കർത്താവ് പറഞ്ഞു, നിന്നെ ഞാൻ വിളിച്ചിരിക്കുന്നത് നീ അപ്പോ ജസ്റ്റിഫൈ ചെയ്യും. എന്റെ അകത്തിരിക്കുന്നത് വിസ്ഡം ആയിക്കോട്ടെ, എന്റെ സ്ട്രെങ്ത് ആയിക്കോട്ടെ, എല്ലാം എന്റെ കർത്താവിൽ നിന്നാണ്. അത് അന്ന് പറഞ്ഞതിന് ശേഷം ഓരോ ദിവസവും മുന്നോട്ട് പോകുമ്പോൾ എനിക്കറിയാം എന്റെ കർത്താവാണ് എന്നെ കൈ പിടിച്ച് നടത്തുന്നത്. ഞാൻ 10th പാസ്സാവൂന്ന് ആലോചിച്ചിരുന്ന, പഠിക്കാൻ പറ്റാത്ത ഞാൻ അതിനുശേഷം നന്നായിട്ട് പഠിക്കാൻ തുടങ്ങി. 10th ഞാൻ പാസ്സായി. 11th 12th വന്നപ്പോ സ്ട്രീം ചൂസിങ്ങിന്റെ സമയത്ത് അടുത്ത കൺഫ്യൂഷനായി, ഞാൻ ഏത് സ്ട്രീം ചൂസ് ചെയ്യണമെന്ന്. അപ്പം കർത്താവായിട്ട് തന്നെ പറഞ്ഞു, നീ ബയോമാത്സ് എടുക്കാൻ പറഞ്ഞു. അപ്പൊ ബയോമാത്സ് എടുക്കാൻ പോയപ്പം എന്നോട് എന്റെ ചുറ്റുമുള്ളവരെ പലവരെയും ചോദിച്ചപ്പോ, സീനിയേഴ്സിനോട് ചോദിച്ചപ്പോ അവര് പറഞ്ഞു, റിയ ബയോമാത്സ് ഭയങ്കര പാടായിരിക്കും, നിന്നെ കൊണ്ട് താങ്ങാൻ പറ്റത്തില്ല. പക്ഷെ കർത്താവ് പറഞ്ഞതിന്റെ പേര് അതൊരു ചലഞ്ചായിട്ട് എടുത്ത് അന്ന് ബയോമാത്സ് നമ്മൾ ചൂസ് ചെയ്തു. ബയോമാത്സ് ചൂസ് ചെയ്ത് കഴിഞ്ഞപ്പം പാടായിരുന്നോ ഉണ്ടായിരുന്നു, പക്ഷെ ആ പാടായിരുന്നു പോലും എനിക്ക് പാടാവുന്ന സമയത്ത് കർത്താവിന് അത് എളുപ്പമായി. കർത്താവ് എന്റെ സ്റ്റഡീസ് ഈസി ആക്കി മാറ്റി. ഞാൻ 12th അടിപൊളി മാർക്കോടെ പാസ്സായി. അപ്പം ഇതിന്റെ ഒക്കെ ഇടയ്ക്ക് എനിക്കൊരു ആഗ്രഹമുണ്ട്, എനിക്ക് പുറത്തു പോയി പഠിക്കണം എന്ന് ഭയങ്കര ആഗ്രഹം. കാരണം 7th ഞാനൊരു ഡ്രീം കണ്ടു, ഞാൻ പുറത്തു പോയി പഠിക്കുന്നത്, ഞാൻ നാട്ടിൽ പഠിക്കണം, ഞാൻ 12th നമ്മള് നേരെ പുറത്തോട്ട് പോകുന്ന ഡ്രീം കണ്ടു. അപ്പം അപ്പം എന്നോട് പലരും ഇങ്ങനെ, അവരും എന്നോട് പറയും, മോള് നാട്ടിൽ പഠിക്കത്തില്ല, മോള് പുറത്തു പോയി പഠിക്കും. അപ്പൊ അതെല്ലാം കേട്ട് എന്റെ അകത്ത് ചെറുപ്പം ഒരു ആഗ്രഹമുണ്ട്, നമ്മൾ നാട്ടിൽ പഠിക്കത്തില്ല, പുറത്തു പോയി പഠിക്കണം. പക്ഷെ ഞാൻ 12th നമ്മൾ നാട്ടിൽ വന്നപ്പം അവിടുത്തെ ഏജൻസീസിന്റെ കൺസൾട്ട് ചെയ്യാൻ പോയപ്പം അവര് കൺസൾട്ട് ചെയ്തു, പപ്പയ്ക്കും മമ്മയ്ക്കും കുഴപ്പമില്ല. പക്ഷെ ചുറ്റുമുള്ള ആൾക്കാർ നെഗറ്റീവ് പറയാൻ തുടങ്ങി. അപ്പം അതിനുശേഷം നാട്ടിൽ പോയ എന്റെ പാരന്റ്സ് പോയത് മോളെ പുറത്തു വിട്ട് പഠിപ്പിക്കണം എന്നാണെങ്കിൽ തിരിച്ചു വരുമ്പോ പറഞ്ഞ്, നീ പുറത്തു പോയി പഠിക്കുന്നില്ല, നീ പുറത്തു പോയി പഠിക്കുകയാണെങ്കിൽ മാസ്റ്റേഴ്സിന് മാത്രമേ പോകത്തുള്ളൂ, ബാച്ചിലേഴ്സിനെ നിന്നെ പുറത്ത് വിടുന്നത്, നീ നാട്ടിൽ തന്നെ പഠിച്ചാൽ മതി. അപ്പം എനിക്ക് ആദ്യമേ വിഷമമായിരുന്നു, ഞാൻ എന്റെ പാരന്റ്സിനെ ഒത്തിരി റെസിസ്റ്റ് ചെയ്തു. പക്ഷെ ഞാൻ പിന്നെ വിചാരിച്ചു, പപ്പയും മമ്മിയും അങ്ങനെ കർത്താവിന്റെ പ്ലാൻ ആയിരിക്കും അത്, അതുകൊണ്ടായിരിക്കും കർത്താവ് പുറത്തു പോയി ഇനിയും ചാൻസസ് ഉണ്ടല്ലോ. ഗോഡ് വർക്ക്സ് ഇൻ മിറാക്കുലസ് വേസ്. എനിക്ക് ഒരു കാര്യം അറിയാം, കർത്താവ് ഒരിക്കലും എന്ത് കാര്യം കർത്താവ് ചെയ്താലും അതിനകത്തൊരു ട്വിസ്റ്റ് ഉണ്ടാവും. അപ്പം എനിക്ക് എന്റെ ലൈഫിൽ ഞാൻ ടെസ്റ്റിമണി ചെയ്യുമ്പോൾ കർത്താവിനോട് പറഞ്ഞു, കർത്താവ് എന്റെ ലൈഫിൽ ടെസ്റ്റിമണി ചെയ്യുകയാണെങ്കിൽ ഐ നീഡ് ഇറ്റ് വിത്ത് എ ട്വിസ്റ്റ്, എന്തെങ്കിലും സ്പെഷ്യൽ ആയിട്ടുണ്ടായിരിക്കണം. അപ്പം എന്റെ 12th റിസൾട്ട് May 12th വന്നു. അപ്പൊ അത് കഴിഞ്ഞപ്പോ 1 week കഴിഞ്ഞപ്പോ എന്റെ അമ്മ വന്നിട്ട് എന്നോട് IELTS എക്സാം എഴുതാൻ പറഞ്ഞു. IELTS എക്സാം എഴുതുമ്പോ ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മ ഞാൻ എഴുതത്തില്ല, കാരണം 12th എക്സാം കഴിഞ്ഞിട്ട് ക്ഷീണം ഇരിക്കുക. അപ്പൊ ഞാൻ പറഞ്ഞു, അമ്മ ഇനി എഴുതാൻ പറ്റത്തില്ല. പക്ഷെ അമ്മ പറഞ്ഞു, അമ്മ അന്ന് നിർബന്ധിച്ച് വിത്തിൻ 1 week എന്നോട് IELTS എക്സാം എഴുതാൻ പറഞ്ഞു. ഒരു കോച്ചിങ്ങും ഇല്ലാണ്ട് അമ്മ പറഞ്ഞതിന്റെ പേര് ഞാൻ പോയി എഴുതി. പക്ഷെ പോയി എഴുതി കർത്താവ് അത്ഭുതം ചെയ്യുന്ന പറഞ്ഞ് 4 ദിവസം കഴിഞ്ഞ് എന്റെ റിസൾട്ട് വന്നപ്പോ ഐ ഗോട്ട് എ സ്കോർ ഓഫ് 8 out of 9. ഇതിന്റെ പ്രസക്തി എന്ന് പറയുന്നത് എന്താന്ന് വെച്ചാൽ, എനിക്ക് ഇംഗ്ലീഷ് സംസാരിക്കാനോ എഴുതാനോ ഒന്നും അറിയത്തില്ലായിരുന്നു. എന്നെ എന്റെ സ്കൂളിലെ ടീച്ചേഴ്സ് ആയിക്കോട്ടെ, ഫ്രണ്ട്സ് ആയിക്കോട്ടെ, എല്ലാരും കളിയാക്കിയിട്ടുണ്ട്, കാരണം എനിക്ക് ഇംഗ്ലീഷ് പറയാൻ അറിയത്തില്ലെന്ന് പറഞ്ഞു.
പക്ഷെ പരിശുദ്ധാത്മാവ് എന്റെ ജീവിതത്തിൽ എന്ന് വന്ന അത് നമുക്ക് കർത്താവ് പരിശുദ്ധാത്മാവ് വരുമ്പോ ഒരു പാക്കേജ് ആയിട്ട് വരുന്നത്. അതിന്റെ ഒപ്പം എന്റെ ഇംഗ്ലീഷ് സ്പീക്കിങ്ങിന്റെ കാലിബറും വന്നു. കർത്താവ് ഹോളി സ്പിരിറ്റ് എന്റെ ലൈഫിൽ വന്ന അന്ന് തൊട്ട് എനിക്ക് ഇംഗ്ലീഷ് പഠിക്കാനായിട്ട് എന്നെ പരിശുദ്ധാത്മാവ് പഠിപ്പിച്ചു. അപ്പൊ IELTS സ്കോർ വന്നു കഴിഞ്ഞപ്പോ എനിക്ക് മനസ്സിലായി എന്തോ കർത്താവിന് ചെയ്യാനുണ്ട്. അപ്പൊ എന്റെ അപ്പ അമ്മ പറഞ്ഞു, നീ ജസ്റ്റ് കാനഡയിലോട്ട് 3 യൂണിവേഴ്സിറ്റിയിൽ ഇങ്ങനെ ആപ്ലിക്കേഷൻ അയക്കും, എന്താ നടക്കുന്നത് നടക്കട്ടെ. ആ സമയത്ത് നമ്മൾ മണിപ്പാലിൽ പഠിക്കാൻ പോകാൻ സെറ്റാണ്. അപ്പം ഞാൻ പറഞ്ഞു ഓക്കെ, മണിപ്പാല കിടപ്പുണ്ട്. അപ്പൊ ആ സമയം കൊണ്ട് എന്റെ ആഗ്രഹവും പോയി പുറത്തു പോയി പഠിക്കണം എന്നുള്ളത്. അപ്പം കാരണം എന്റെ കൂടെയുള്ള ഫ്രണ്ട്സ് എല്ലാവരും സ്കൂളിൽ പഠിക്കുന്നവരെല്ലാം കാനഡയിലോട്ടൊക്കെ പോകാനായിട്ട് ഡിസംബറിൽ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്ത. അപ്പൊ മെയ് ലാസ്റ്റ് എന്ന് പറയുമ്പോൾ ഭയങ്കര ലേറ്റ് ആണ്. മെയ് ലാസ്റ്റ് ആയപ്പം അവരെല്ലാരും വിസയ്ക്ക് അപ്ലൈ ചെയ്ത് ഞാൻ ആ സമയത്ത് യൂണിവേഴ്സിറ്റിയിലോട്ട് അപ്ലൈ ചെയ്യുന്നേ ഉള്ളൂ. പക്ഷെ പാരന്റ്സ് പറഞ്ഞതിന്റെ പേര് ഞാൻ ജൂൺ 1 കൊണ്ട് 3 യൂണിവേഴ്സിറ്റീസിലോട് ഞാൻ ആ ദിവസം അപ്ലൈ ചെയ്തു. ഒരെണ്ണം 2 ഞാൻ ജൂൺ 1 അപ്ലൈ ചെയ്തെങ്കിൽ ഒരെണ്ണം ജൂൺ 3 അപ്ലൈ ചെയ്തു. അപ്പം അവരുടെ കനേഡിയൻ യൂണിവേഴ്സിറ്റി ഇവിടുത്തെ ആപ്ലിക്കേഷൻസ് അക്സെപ്റ്റ് ചെയ്യുമ്പോൾ മിനിമം ഒരു 1.5 മന്ത് എടുക്കും അവർ പ്രോസസ് ചെയ്ത് വരാനായിട്ട്. അതെനിക്കറിയാം, എന്റെ ഫ്രണ്ട്സും പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് എനിക്കറിയാം അവരുടെ എല്ലാ യൂണിവേഴ്സിറ്റിയുടെ ആപ്ലിക്കേഷൻ വന്നപ്പോൾ 2 മാസം 2.5 മാസമൊക്കെ എടുത്തു. പക്ഷെ കർത്താവ് അത്ഭുതം ചെയ്തു. ഞാൻ എന്റെ റിസൾട്ട് അന്ന് എന്റെ ആപ്ലിക്കേഷൻ 1 യൂണിവേഴ്സിറ്റി അന്ന് തന്നെ വന്നു. ഞാൻ ജൂൺ 3 അപ്ലൈ ചെയ്ത അന്ന് തന്നെ വന്നു. വേറെ ഒരെണ്ണം ഞാൻ ജൂൺ 1 വിതിൻ 1 വീക്ക് എനിക്ക് അവിടുന്ന് അക്സെപ്റ്റൻസ് വന്നു. IELTS സ്കോർ കണ്ടപ്പോ എനിക്ക് മനസ്സിലായി ദിസ് ഇസ് ഗോഡ് ഡൂയിങ് ഇറ്റ്. ബട്ട് അറ്റ് ദാറ്റ് ടൈം എനിക്ക് ആ സമയത്ത് ഇവിടെ തങ്കു ബ്രദറിന്റെ നോർത്ത് ഇന്ത്യൻ മിഷന്റെ വീഡിയോ കാണിച്ചുകൊണ്ടിരുന്നപ്പം ഞാൻ ഒരു ഒച്ച കേട്ടു, കർത്താവിന്റെ ഒച്ച ഞാൻ കേട്ടു. You will study in the Cape Breton University. I am sending you to the Cape Breton Island. അപ്പൊ അത് കേട്ട് കഴിഞ്ഞപ്പം എനിക്ക് ഉറപ്പായി ഇത് കർത്താവിന്റെ പ്ലാൻ ആണ്. അപ്പൊ ഞാൻ 3 യൂണിവേഴ്സിറ്റിക്കകത്ത് അപ്ലൈ ചെയ്തത് എനിക്ക് വരാത്ത ആപ്ലിക്കേഷൻ അക്സെപ്റ്റ് ആയെന്ന് പറഞ്ഞു വരാത്ത കേപ്പ് ബ്രിട്ടൻ യൂണിവേഴ്സിറ്റിന്ന്. അപ്പൊ അതിനെ വെയിറ്റ് ചെയ്തിരുന്നതിന് ജൂൺ 15 എനിക്ക് അവിടുന്ന് റിജക്ഷൻ വന്നു. എന്റെ ആപ്ലിക്കേഷൻ റിജക്ട് ആയെന്നും പറഞ്ഞു വന്നു. അപ്പൊ കണ്ടപ്പോ എനിക്ക് ആദ്യം ഒന്നും മനസ്സിലായില്ല. കാരണം ഞാൻ കർത്താവ് വളരെ സ്മൂത്ത് ആയിട്ട് ചെയ്യുന്ന വിചാരിച്ച്. പക്ഷെ കർത്താവ് ഞാൻ ട്വിസ്റ്റ് ചെയ്യുന്ന കർത്താവ് ആയതുകൊണ്ട് കർത്താവ് ഞാൻ ജൂൺ 5 വീണ്ടും ആപ്ലിക്കേഷൻ അയച്ചപ്പം അവരോട് ഞാൻ ചോദിച്ചു എത്ര ദിവസം എടുക്കും ഇതൊന്ന് പ്രോസസ് ചെയ്തിട്ട്. അവർ പറഞ്ഞു മിനിമം 1.5 month. കാരണം ഇപ്പം പീക്ക് ടൈം ആണ്. അപ്പൊ ഒത്തിരി ആപ്ലിക്കേഷൻസ് ഉണ്ട് പ്രോസസ് ചെയ്യാനായിട്ട്. മാസങ്ങൾക്ക് മുമ്പ് വന്നതുപോലെ അവർ ഇപ്പഴാ പ്രോസസ് ചെയ്തെന്ന് പറഞ്ഞു. കേട്ട ഉടനെ ഞാൻ കർത്താവിനെ വെച്ചു, കർത്താവ് ഇത് എന്തോ പരിപാടി. കാരണം ജൂൺ 15 ആയി. ഒരു വീക്ക് ഞാൻ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞ് നമുക്ക് ഇവിടെ കുവൈറ്റിൽ ആ സമയത്ത് ഫാസ്റ്റിംഗ് പ്രയർ നടക്കുക. അപ്പം അന്ന് വൈകിട്ട് ചെയറൊക്കെ ഇടാൻ ചെന്ന് കഴിഞ്ഞപ്പം പണ്ട് താമസിച്ചെങ്കിലും നമ്മളിവിടെ വന്നു കഴിഞ്ഞപ്പം ഒരു കുഞ്ഞു കാര്യം പറഞ്ഞ് എന്റെ മനസ്സിൽ അന്ന് തൊട്ട് കിടപ്പ് 9th സ്റ്റാൻഡേർഡ് തൊട്ട് കിടപ്പുണ്ട്. ഓരോ ചെയർ ഓരോ ആത്മാക്കൾക്ക് ഇടുമ്പോ അത് ഓരോ ബ്ലെസ്സിങ്. അപ്പൊ അന്ന് വാശിക്ക് ഞാൻ 60 or 50 ചെയർസ് ഇട്ട് കഴിഞ്ഞപ്പോ ഞാൻ കർത്താവിനോട് പറഞ്ഞു, കർത്താവ് എന്റെ ബാഗിനകത്ത് ഇന്നത്തെ ഇതനുസരിച്ച് 60 ബ്ലെസ്സിങ്സ് കിടപ്പുണ്ട്, മുമ്പത്തെയും ബ്ലെസ്സിങ്സ് കിടപ്പുണ്ട്. അതിനകത്ത് ഒരു ബ്ലെസ്സിങ് ആയിരിക്കണം എന്റെ ആപ്ലിക്കേഷൻ ഈ ആഴ്ച തന്നെ വരണം. അവര് 1.5 മാസം മിനിമം എടുക്കുന്ന പറഞ്ഞ എന്റെ ആപ്ലിക്കേഷൻ ഞാൻ എന്ന് പറഞ്ഞു ഇത് ജൂൺ 27 ഞാൻ പറയുന്നത്. ആൻഡ് ഐ ഗേവ് ഗോഡ് എ ഡെഡ് ലൈൻ. ഐ ഷുഡ് ഗെറ്റ് ദി ആപ്ലിക്കേഷൻ സക്സസ്ഫുൾ ആയെന്നുള്ള മെസ്സേജ് ബിഫോർ ജൂൺ 30. ഞാൻ അന്ന് രാത്രി കിടക്കുന്നതിന് മുമ്പ് എനിക്ക് യൂണിവേഴ്സിറ്റിന്ന് ആപ്ലിക്കേഷൻ അക്സെപ്റ്റ് ആയെന്നും പറഞ്ഞുള്ള മെയില് വന്നു കഴിഞ്ഞപ്പം ഐ വാസ് ഓൺ ക്ലൗഡ്. കാരണം കർത്താവിന്റെ മിറക്കിൾ, കർത്താവ് ഒരു കാര്യം പറഞ്ഞോളൂ അതിനു മുമ്പേ കർത്താവ് ചെയ്ത് കഴിഞ്ഞു. അപ്പൊ ജൂലൈ ആയപ്പോഴത്തേനും നമ്മൾ ജൂലൈ 3 വിസ പ്രോസസ്സിന് കൊണ്ടേ കൊടുക്കുന്നത്. വിസ പ്രോസസ്സിന് കൊണ്ടേ നമ്മളെല്ലാം അപ്ലൈ ചെയ്ത് കഴിഞ്ഞപ്പം ഇവിടുത്തെ ഏജന്റ് പറഞ്ഞു, റിയ ഭയങ്കര ലേറ്റ് ആണ്, ഇറ്റ്സ് ബെറ്റർ യു ഡെഫർ യുവർ ടേം ടു ജാനുവരി. ഇപ്പൊ സെപ്റ്റംബറിൽ നമുക്ക് പഠിക്കാം, അതല്ലെങ്കിൽ നമുക്ക് ആ ടേമിൽ കിട്ടുന്ന ആപ്ലിക്കേഷൻ നമുക്ക് ജാനുവരിയിലോട്ട് മാറ്റാം. അപ്പൊ എന്ന് പറഞ്ഞു നിന്റെ ആപ്ലിക്കേഷൻ പ്രോസസ് ചെയ്ത് വരാനായിട്ട് ഏതല്ല നവംബർ ഒക്ടോബർ ആവും. സോ ഇറ്റ്സ് നോട്ട് പോസിബിൾ യു വിൽ ഗോ ടു കാനഡ ഇൻ സെപ്റ്റംബർ. പക്ഷെ കർത്താവിനോട് ഞാൻ ഒരു കാര്യം പറഞ്ഞോളൂ, കർത്താവ് ഞാൻ പഠിക്കുവാണെങ്കിൽ സെപ്റ്റംബറിൽ തന്നെ പോയി പഠിക്കും. ഐ എം നോട്ട് ഗോയിങ് ടു ഗോ ഇൻ ജനുവരി. സെപ്റ്റംബറിൽ തന്നെ ഞാൻ പോയി പഠിക്കും. അന്ന് നമ്മൾ വന്നിട്ട് ടൈമിനോട് ഞാൻ എഴുതി വെച്ചു, കർത്താവ് ഓഗസ്റ്റ് 1st വീക്കില് എന്റെ ആപ്ലിക്കേഷൻ പ്രോസസ് ചെയ്ത് എനിക്ക് കിട്ടും, വിസ എനിക്ക് അക്സെപ്റ്റ് ആയെന്നും പറഞ്ഞുള്ള മെയില് വരും. എന്റെ പപ്പ എഴുതി വെച്ചു ഓഗസ്റ്റ് 3, 2023 തന്നെ എനിക്ക്
എന്റെ ആപ്ലിക്കേഷൻ അക്സെപ്റ്റ് ആയെന്നും പറഞ്ഞുള്ള മെസ്സേജ് വരും. കർത്താവ് വാസ് സോ ഫെയ്ത്ത്ഫുൾ. ഞാൻ പറഞ്ഞിരുന്നല്ലോ, മെയിലൊക്കെ അപ്ലൈ ചെയ്ത പിള്ളേർക്ക് പോലും വിസ കിട്ടിയിട്ടില്ല. പക്ഷെ ആ സ്ഥലത്ത് August 3rd, 2023 5:30 എനിക്ക് ഇവിടെ മെയിൽ വന്നു, യുവർ ആപ്ലിക്കേഷൻ ഹാസ് ബീൻ അക്സെപ്റ്റഡ്. എനിക്ക് ലെറ്റർ ഓഫ് ഇൻഫർമേഷൻ എന്റെ കയ്യിൽ അന്ന് കിട്ടി. അത് കിട്ടിക്കഴിഞ്ഞപ്പം ഐ വാസ് ലൈക്ക്, കർത്താവേ, ദിസ് ഇസ് വെൻ ഗോഡ് പ്ലാനിങ്. അല്ലെ, കർത്താവിന്റെ സമയത്തിലല്ല, തക്ക സമയത്തിൽ കർത്താവ് നടത്തുന്നു പറഞ്ഞ് അത് മുഹൂർത്തത്തിലായപ്പോലും നമുക്ക് അവസരം ഒറ്റ കാര്യം പറയാൻ പറ്റുള്ളൂ, എല്ലാം പെട്ടെന്നായിരുന്നേ പറയാൻ പറ്റത്തുള്ളൂ. പക്ഷെ അന്ന് കിട്ടിക്കഴിഞ്ഞപ്പോ നമ്മൾ കുവൈറ്റിൽ നിന്ന് നമ്മുടെ പാസ്പോർട്ട് അബുദാബിക്ക് അയക്കണം പ്രോസസ് ചെയ്യാനൊക്കെ ആയിട്ട്. അപ്പൊ അബുദാബിയിലോട്ട് അയക്കുന്ന സമയമായപ്പോ 1 month ഒക്കെ എടുക്കും അത് ചെയ്ത് വരാനായിട്ട്. അപ്പം എന്റെ അമ്മ ഒക്കെ ചോദിച്ചു തുടങ്ങി 2 weeks ആയപ്പോഴത്തേനും, മുത്ത നിനക്ക് പ്രാർത്ഥിച്ചൂടെ ഇങ്ങനെ പെട്ടെന്ന് വരാനായിട്ട്? അപ്പൊ ഞാൻ കർത്താവിനോട് പറഞ്ഞു, കർത്താവ്, ഞാൻ എപ്പോഴും ഇരുന്ന് പ്രാർത്ഥിക്കുന്നത് ഒറ്റത്തവണ പ്രാർത്ഥന, ബാക്കിയെല്ലാം താങ്ക് യു ജീസസേ ഉള്ളൂ എനിക്ക്. അതിനുശേഷം ഞാൻ ഒറ്റ കർത്താവ്, എന്റെ ആപ്ലിക്കേഷൻ, എന്റെ പാസ്പോർട്ട് ഈ ആഴ്ച വന്നതിനായി നന്ദി, ഇത്ര മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. പക്ഷെ കർത്താവ് അന്ന് ഞാൻ ഒരു കാര്യം എഴുതി വെച്ചിരുന്നു, അല്ലെ പറഞ്ഞിരുന്നു കർത്താവിനോട്, കർത്താവ് ഈ ആഴ്ചയിലുള്ളിൽ തന്നെ എന്റെ പാസ്പോർട്ട് എനിക്ക് കിട്ടണം. കാരണം അത് വന്നതിന് ശേഷം നമുക്ക് ടിക്കറ്റ് എടുക്കണം, നമുക്ക് സാധനം മേടിക്കണം, അങ്ങനത്തെ പല പരിപാടികളുണ്ട്. പക്ഷെ കർത്താവിനോട് പറഞ്ഞ അന്ന് വൈകിട്ട് തന്നെ എനിക്ക് IRCC കോൾ വന്നു, റിയ, യുവർ പാസ്പോർട്ട് ഹാസ് കം, യു ക്യാൻ കം ആൻഡ് കളക്ട് ഇറ്റ് ടുമോറോ. അത് പറഞ്ഞു കഴിഞ്ഞപ്പോ ഇതൊക്കെ നടക്കുന്ന സമയത്തും ഇതെല്ലാം നടക്കുന്ന സൂപ്പർ നാച്ചുറൽ സ്പീഡാണ്. കാരണം ഇവിടുത്തെ എന്റെ ഏജന്റ് നവംബറിൽ കിട്ടത്തില്ലെന്ന് പറഞ്ഞ എന്റെ പാസ്പോർട്ട്, വിസ അടിച്ച പാസ്പോർട്ട് എനിക്ക് August 28th ആയപ്പോ കിട്ടി. അപ്പൊ ആ ഏജന്റും പറഞ്ഞു, ദിസ് ഹാസ് നെവർ ഹാപ്പൻഡ് ബിഫോർ, ദിസ് ഇസ് ദ ഫസ്റ്റ് ടൈം. അല്ലെ, പുള്ളിക്കാരൻ ഇവിടെ ഒത്തിരി വർഷമായിട്ട് വർക്ക് ചെയ്യുന്ന ഈ ഫീൽഡ്. പുള്ളിക്കാരൻ ഞാൻ ഒരിക്കൽ പോലും ഇത്ര ഫാസ്റ്റ് ആയിട്ട് ഒരു വിസ പ്രോസസ് ചെയ്ത് കണ്ടിട്ടില്ല. പക്ഷെ ഞാൻ പറഞ്ഞു, മൈ ഗോഡ് ഇസ് ഫെയ്ത്ത്ഫുൾ, മൈ ഗോഡ് ഇസ് ഓൾവേസ് ഫെയ്ത്ത്ഫുൾ. ഇതൊക്കെ നടക്കുന്ന സമയത്ത്, ജൂലൈയിൽ ഞാൻ വിസ കൊടുക്കുന്ന സമയത്ത്, എനിക്ക് ആ സമയത്ത് ഒരു ഇതില്ല, നമ്മൾക്ക് കാനഡയിൽ പോകുന്ന കർത്താവ് പറഞ്ഞെങ്കിലും വിസ കിട്ടിയില്ലെങ്കിൽ ഐ ഓൾവേസ് ഹാഡ് എ ബാക്കപ്പ് പ്ലാൻ, നമുക്ക് മണിപ്പാലിൽ പോയി പഠിക്കാന്ന്. പക്ഷെ അന്ന് എനിക്ക് കർത്താവ് ഒറ്റ കാര്യം പറഞ്ഞുള്ളൂ, July 5th ആയപ്പോ എനിക്കൊരു മെയിൽ വന്നു മണിപ്പാലിന്ന്, നീ അടുത്ത ആഴ്ചക്കുള്ളിൽ നാട്ടിൽ വരണം, കാരണം യുവർ ക്ലാസ്സസ് ആർ സ്റ്റാർട്ടിങ് ഓൺ July 27. എന്റെ പാരന്റ്സ് എന്നോട് ആ സമയത്ത് ചോദിച്ചു, എന്തുവാ ചെയ്യണ്ടേ? ഞാൻ ആ സമയത്ത് കർത്താവിലുള്ള ഒരു ഇതിൽ ഞാൻ പറഞ്ഞു, കർത്താവിനെ ചുമ്മാ ടെസ്റ്റ് ചെയ്യാനായിട്ടാ ഞാൻ പറഞ്ഞു, അമ്മയെ മണിപ്പാല കളഞ്ഞേക്കാം, കാരണം കർത്താവിന്റെ പരിപാടിയല്ലേ. കാനഡ വാസ് ബോട്ട് ബൈ കർത്താവ്, ഇപ്പൊ കർത്താവ് ബാക്കി ചെയ്തോളൂ, നമ്മളെ കതിയേണ്ട. പക്ഷെ കർത്താവിനെ ടെസ്റ്റ് ചെയ്യണം, കാരണം ഇതൊക്കെ വെക്കുമ്പോ എന്നെ മനസ്സിലാത്തോണ്ടിരുന്നൊരു കാര്യം, ഇഫ് കാനഡ ഡസന്റ് വർക്ക് ഔട്ട്, മണിപ്പാൽ ഇസ് മൈ ബാക്കപ്പ് പ്ലാൻ ഫോർ കാനഡ. പക്ഷെ എന്നോട് കർത്താവ് വന്ന ഒറ്റ കാര്യം പറഞ്ഞോളൂ, ഞാൻ ചെയ്യുന്ന സമയത്ത്, അല്ലെ, when I am working out your plan, there is no plan B, plan C. ഒറ്റ പ്ലാൻ ഉള്ളൂ, that's God's plan. ഞാൻ എന്ത് പ്ലാൻ ചെയ്യുന്ന അതേ നിന്റെ ലൈഫിൽ നടക്കത്തുള്ളൂ. അതെനിക്ക് വിത്തിൻ 1.5 month കർത്താവ് പ്രൂവ് ചെയ്തു. കാരണം അതിനുശേഷം ഞാൻ വീട്ടിൽ ഇരിക്കുന്നതെന്ന് പറഞ്ഞ എന്നോട് എല്ലാരും ചോദിക്കുന്നുണ്ട്, എന്റെ കൂടെ പഠിച്ച പിള്ളേരെല്ലാം ജൂൺ ഒക്കെ ആയപ്പോഴത്തേക്കും നാട്ടിൽ പോയി, ഞാൻ ആ സമയത്ത് കുവൈറ്റില്ല. അപ്പൊ എന്നോട് ആൾക്കാർ വന്ന് ചോദിക്കും, മോള് പോകത്തൊന്നുമില്ലേ, മോള് കോളേജ് തുടങ്ങിയില്ലേ, മോള് പഠിക്കാൻ പോകുന്നില്ലേ? ആ സമയത്ത് എന്നോട് ചോദിക്കുമ്പം ഞാൻ ചിരിച്ചിട്ട് പറയത്തേ ഉള്ളൂ, ആൻഡ് ഞാൻ സെപ്റ്റംബർ ആകുമ്പോഴേ പോകത്തുള്ളൂ, ഇത്ര നേരത്തെ പോയിട്ട് കാര്യമില്ല. അപ്പൊ സെപ്റ്റംബർ ആളും പോകുന്ന സമയത്ത് എനിക്ക് ഒരു ഹോപ്പും ഇല്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ ആകെ പ്രതീക്ഷ കർത്താവില്ല. പക്ഷെ ഇതെല്ലാം ചെയ്ത് 28th കിട്ടിക്കഴിഞ്ഞപ്പോ അടുത്ത ഇതാണ് ടിക്കറ്റ് എടുക്കണം. അപ്പം എനിക്ക് ലെറ്റർ ഓഫ് ഇൻഫർമേഷൻ അനുസരിച്ച് September 5th മുമ്പ് ഞാൻ കാനഡയിൽ ചെല്ലണം, എന്നാലേ എനിക്ക് എന്റെ വിസ ഇത് ചെയ്യത്തുള്ളൂ. അവരുടെ ഗവൺമെന്റ് ആയിട്ടുള്ള പേപ്പർ വർക്ക്സ് ശരിയാവത്തുള്ളൂ, എനിക്ക് സ്റ്റുഡന്റ് വിസ കിട്ടത്തുള്ളൂ. പക്ഷെ ഇവിടുന്ന് ടിക്കറ്റ് എടുക്കാൻ നോക്കിയപ്പോ കുവൈറ്റിൽ നിന്ന് ഒറ്റ ടിക്കറ്റ് ഇല്ല September 5th വരെ. ഇവിടുത്തെ പല ഏജൻസീസിലും ഇവിടുത്തെ പല ട്രാവൽ ഏജൻസിലോടും വിളിച്ചു വെച്ചപ്പോ അവര് പറഞ്ഞു September 5th വരെ എല്ലാ ടിക്കറ്റ്സും ബുക്ക്ഡ് ആണ്, ഒരു എയർവേസിലും ഒരു സീറ്റ് പോലും ഇല്ലെന്ന് പറഞ്ഞു. അപ്പം എനിക്ക് വിസ കിട്ടിയ സമയത്ത് ഞാൻ കർത്താവിനോട് ഒരു കാര്യം എഴുതി വെച്ചിരുന്നു, കർത്താവെ ഞാൻ കാനഡയിലോട്ട് ട്രാവൽ ചെയ്യുന്നത്, അപ്പൊ കാനഡയിലോട്ട് ട്രാവൽ എത്ര ലോങ് ഫ്ലൈറ്റ് ആണ്, 26 hours ഫ്ലൈറ്റ് ഉണ്ട് എനിക്ക്. അപ്പം കർത്താവ്, ഞാൻ ട്രാവൽ ചെയ്യുവാണെങ്കിൽ എനിക്ക് എമിറേറ്റ്സിന്റെ ബിസിനസ് ക്ലാസ്സിൽ തന്നെ പോകണം. അപ്പൊ ഇത് എഴുതി വെക്കുമ്പോ ആർക്കും അറിയത്തില്ല, എനിക്കും കർത്താവിനെ മാത്രമേ ഇടിയിൽ അറിയത്തുള്ളൂ. പക്ഷെ ഞാൻ August 29th ആയി, ഇപ്പം രാത്രി ആയപ്പോഴത്തേനും ട്രാവൽ ഏജന്റ് ഇവിടെ വിളിച്ചു, രാത്രി 11 o'clock 11:30 ആയപ്പോ വിളിച്ചു പറഞ്ഞു, എമിറേറ്റ്സിന്റെ ബിസിനസ് ക്ലാസ്സിൽ ഒരു സീറ്റ് ഓപ്പൺ ആയിട്ടുണ്ട് ഓൺ September 3rd. ഐ ആം ബുക്കിംഗ് ഇറ്റ് ഫോർ യുവർ ഡോട്ടർ. അപ്പം
എന്റെ അകത്ത് വേറൊരു ആഗ്രഹമായിരുന്നു, സെപ്റ്റംബർ 3 ഇവിടെ ഫ്രൈഡേ ആണ്, അപ്പം സെപ്റ്റംബർ 2 3 ഫ്രൈഡേ ആണ്. എനിക്ക് ഫ്രൈഡേ മീറ്റിംഗ് കഴിഞ്ഞിട്ടേ പോകാൻ പറ്റത്തുള്ളൂ, കാരണം എനിക്ക് ചർച്ചിൽ നിന്ന് കിട്ടുന്ന ആ ഒരു ജോയ് കൊണ്ട് വേണം കാനഡയിലോട്ട് പോകാനായിട്ട്. പക്ഷെ കർത്താവ് വാസ് സോ ഫെയ്ത്ത്ഫുൾ. ഞാൻ ഫ്രൈഡേ നൈറ്റ് ആണ് ഇവിടുന്ന് ട്രാവൽ ചെയ്തത്. അതിനുശേഷം കാനഡ ചെന്നതിന് ശേഷം എന്നെ അവിടെ ഓരോ കാര്യങ്ങൾ ചെയ്യാനായിട്ട് കർത്താവ് ആൾക്കാരെ ഒരുക്കി. കാരണം ഞാനവിടെ ഒറ്റയ്ക്കാണ്, കാനഡ ഒരു പുതിയ സ്ഥലമാണ്, എന്നെ ഹെൽപ്പ് ചെയ്യാനായിട്ട് അവിടെ ആരുമില്ല. പക്ഷെ എന്നെ ഹെൽപ്പ് ചെയ്യാനായിട്ട് കർത്താവ് ആൾക്കാരെ ഓരോരുത്തരായിട്ട് ഒരുക്കിക്കൊണ്ടിരുന്നു. എനിക്ക് അറിയാൻ മേലാത്ത അവിടുത്തെ ചേച്ചി, ആ ചേച്ചിയും പുതിയതായിട്ടൊക്കെ വന്നത്. പക്ഷെ ആ ചേച്ചി വന്ന ഓരോ കാര്യങ്ങൾ എന്നെ ഹെൽപ്പ് ചെയ്യുമ്പം കർത്താവിന്റെ കാര്യങ്ങൾ, എന്റെ പഠിത്തത്തിലായിക്കോട്ടെ, കനേഡിയൻ എഡ്യൂക്കേഷൻ സിസ്റ്റം ഇന്ത്യൻ എഡ്യൂക്കേഷൻ കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ആണ്. ഞാൻ എങ്ങനെ കോപ്പപ്പ് ചെയ്യുമെന്ന് വിചാരിച്ചു, പക്ഷെ കർത്താവിന്റെ വിസ്ഡം ആണ് എന്നിൽ വർക്ക് ചെയ്തത്. അതുകൊണ്ട് എനിക്ക് ഒന്നും പാടായിട്ട് തോന്നിയില്ല. എല്ലാരും പറയും, എന്നോട് ഇവിടുന്ന് ചെന്നപ്പോ പറഞ്ഞു, നിനക്ക് ആക്സെന്റ് മനസ്സിലാവാൻ ബുദ്ധിമുട്ടുണ്ടായിരിക്കും, കനേഡിയൻ ആക്സെന്റ് സാധാരണ ആക്സെന്റിനെക്കാളും വ്യത്യാസമുള്ളതാണ്. പക്ഷെ എനിക്ക് അവിടെ ചെന്ന് ഒരു ആക്സെന്റിനും ഒന്നിനും പ്രോബ്ലം ഇല്ലായിരുന്നു. കാരണം എനിക്കത് പറഞ്ഞു തരുന്നത് കർത്താവാണ്. കർത്താവ് പറഞ്ഞു തന്നു, ഇന്ന് ഇവിടെ ഇരിക്കുമ്പം ഐ ഹാവ് ഫിനിഷ്ഡ് മൈ കോളേജ് ഫസ്റ്റ് ഇയർ ആൻഡ് ഐ പാസ്ഡ് വിത്ത് അമേസിംഗ് ഗ്രേഡ്സ്. ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞ് കർത്താവിന് വേണ്ടി നിൽക്കാനായിട്ട്, അതിന്റെ ഇത്രയും ഒരു വർഷം ഞാൻ അവിടെ ആയിരുന്ന പോലും എന്നെ കർത്താവിന്റെ ആ പൊൻചിറകിന്റെ അടിയിൽ മറച്ച്, ദ പ്രൊട്ടക്ഷൻ ദാറ്റ് ഐ ഫെൽറ്റ്. ഒരിക്കലും ഞാൻ ഒറ്റപ്പെടലായിരുന്നെങ്കിൽ ആ ഒറ്റപ്പെടലിന് ശേഷം എന്റെ കൂടെ ഉണ്ടായിരുന്ന എന്റെ കർത്താവ്, ഐ ക്യാൻ ഓൾവേസ് ഫീൽ ഹിം. ഒറ്റയ്ക്കാന്ന് തോന്നുമ്പോ, ചില സമയത്ത് അവിടെ ഇരിക്കുമ്പോ തോന്നുമ്പോ, ആ സമയത്ത് എനിക്ക് സാന്നിധ്യം അറിയാം. ആ സമയത്ത് എന്റെ അടുക്കുന്ന എന്റെ അകത്തുനിന്ന് ഒരു ഒച്ചയുണ്ട്, ഐ ആം ഹിയർ, ഐ ആം ഹിയർ. ഞാൻ എപ്പോഴും കേൾക്കും, ഐ ആം ഹിയർ. ആ ഒരു ഒച്ചയിൽ, ആ സാന്നിധ്യത്തിൽ ടുഡേ ഐ ഫിനിഷ് മൈ ഫസ്റ്റ് ഇയർ. ഇന്ന് വരെ കർത്താവ് അടിപൊളിയായിട്ട് എന്നെ നടത്തി. So it's all glory and grace to Jesus.